എല്ലാവരും ഉറക്ക ക്ഷീണത്തിലൊക്കെയാണ് അല്ലേ? ആരുടെയും മുഖത്തൊരു സന്തോഷമില്ല. എന്തിങ്ങനെ? നമുക്ക് ഒരു സൗജന്യമായി മറ്റുള്ളവർക്ക് കൊടുക്കാൻ പറ്റുന്ന കാര്യം ഒന്ന് പുഞ്ചിരിക്കുക എന്നുള്ളതാണ്. നിങ്ങൾ അവിടെ നിന്ന് ചിരിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ എനിക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ട് ചിരിച്ചുകൊണ്ടിരിക്കാൻ പറ്റും. എല്ലാവരും സന്തോഷത്തോടെ ആയിരിക്കട്ടെ. കാരണം നാം ഇന്ന് ജീവിച്ചിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് സന്തോഷിക്കാനുള്ള ഏറ്റവും വലിയ കാരണം, അല്ലേ? ഒന്ന് പിന്തിരിഞ്ഞ് നോക്കിയാൽ എനിക്ക് ജീവനുണ്ട് എന്ന് ഉള്ളത് തന്നെയാണ് നമുക്ക് സന്തോഷിക്കാനുള്ള ഏറ്റവും വലിയ കാരണം. പിന്നെ അങ്ങോട്ട് നോക്കിയാൽ സന്തോഷിക്കാൻ എത്രത്തോളം നന്മകൾ ദൈവം ജീവിതത്തിൽ തന്നിരിക്കുന്നു. പ്രിയമുള്ളവരെ, ഇന്നത്തെ തിരുവചന ധ്യാനത്തിന് വേണ്ടി നമ്മൾ ഒരുങ്ങുകയാണ്. വളരെ ശ്രദ്ധയോടെ ഇരിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. പ്രാർത്ഥനയോടുകൂടെ ആയിരിക്കുക. വിശുദ്ധ മത്തായി സുവിശേഷം 13-ാം അധ്യായം അതിന്റെ 1 മുതൽ 9 വരെയുള്ള ഭാഗങ്ങൾ ഇന്ന് സുവിശേഷമായി നാം വായിച്ചു കേട്ടു. പലപ്പോഴായി ബാലസഖ്യത്തിലും സൺഡേ സ്കൂളിലും ഒക്കെ നാം കേട്ടിട്ടുള്ള ഒരു ഉപമയാണ്. ദൈവരാജ്യത്തെ കുറിച്ച് യേശു പറയുകയാണ്, വിതയ്ക്കുന്നവൻ വിതപ്പാൻ പുറപ്പെട്ടു, അത് 4 ഇടങ്ങളിലായിട്ട് വീണു. 4 തരത്തിലുള്ള മനസ്സുകൾ മേൽ അത് വിതയ്ക്കുന്നവൻ നമുക്കറിയാം, കർത്താവായ യേശു ക്രിസ്തു. വിതയ്ക്കുന്ന വിത്ത് അത് ദൈവത്തിന്റെ വചനം. വീഴ്ത്തപ്പെട്ട ഇടങ്ങൾ അത് വഴിയോരമായാൽ അത് മനസ്സാണ്, പാറസ്ഥലമായാൽ അത് മനസ്സാണ്, മുള്ളുകളുടെ വിത്ത് വീണ ഇടമാണെങ്കിൽ അതും മനസ്സാണ്, നല്ല നിലമാണെങ്കിലും അത് മനസ്സാണ്. ഇതിലേതാണ് നമ്മുടെ മനസ്സെന്ന് നമ്മൾ ഒന്ന് ശോധന ചെയ്യണം. ഒന്നാമത്തേത് അലസമായ ഇടം, വഴിയോരം, പൈശാചിക ശക്തികൾക്ക് അധികാരമുള്ള ഇടം. അത് വീണപ്പോൾ തിന്മകൾ വന്ന് അതിനെ കൊത്തിപ്പറക്കിപ്പോയി. രണ്ടാമത്തത് പാറസ്ഥലം, അവിശ്വാസമുള്ള ഇടം. പ്രിയമുള്ളവരെ, നമുക്കറിയാം ആ ഇടത്ത് വീണാലും ആദ്യകാലത്തിന്റെ നനവിൽ അതൊന്ന് കിളിർത്ത് വരും, പക്ഷെ അത് നിലനിൽക്കുകയില്ല, അത് ഉണങ്ങിപ്പോകും. മൂന്നാമത്തെ ഇടം നമുക്കറിയാം, മുള്ളുകളുള്ള ഇടം. അവിടെ സംഭവിച്ചത് വിത്തുകൾക്കൊപ്പം മുള്ളുകളും വളർന്നു. വിത്ത് മുളച്ചതൊപ്പം മുള്ളുകളും വളർന്നു. അതായത് തെറ്റായ പഠിപ്പിക്കലുകളുള്ള ഇടം, തെറ്റായ അറിവുകളുള്ള ഇടം. ദൈവവചനം ഉള്ളിലേക്ക് ചെല്ലുകയും നമ്മുടേതായ അറിവുകൾ കൊണ്ട് നമ്മൾ അതിനെ വിശകലനം ചെയ്യും. മനുഷ്യബുദ്ധി, ലോകത്തിലുള്ളത് എന്താണ്? തിന്മ, ദൈവത്തിനുള്ളതല്ല. പ്രിയമുള്ളവരെ, വചനം ഉള്ളിൽ വീണാൽ നമ്മുടെ അറിവ് കൊണ്ട്, നമ്മുടെ ചിന്ത കൊണ്ട്, നമ്മുടെ തീരുമാനങ്ങൾ കൊണ്ട് നമ്മൾ ആ വചനത്തെ നമ്മുടെ രീതിക്ക് വളച്ചൊടിക്കുന്നതിനെയാണ് മുള്ള് എന്ന് പറയുന്നത്. ഒടിച്ചൊടിച്ച് വചനത്തിൽ ഇല്ലാത്തതാക്കി നമ്മൾ അതിനെ അങ്ങ് മാറ്റും. മനസ്സിലായില്ലേ? അപ്പൊ അപ്രകാരമുള്ള മുള്ളുകൾ നിറഞ്ഞ ഹൃദയമാണ് പലപ്പോഴും ഈ കാലഘട്ടത്തിലെ വിദ്യാസമ്പന്നരായ മനുഷ്യരുടെ, എന്റെയും നിങ്ങളുടേതും. നമ്മൾ ഒരിക്കലും തിരുവചനത്തെ ദൈവാത്മാവിൽ വ്യാഖ്യാനിക്കുവാനോ അറിയുവാനോ പഠിക്കുവാനോ ജീവിതത്തിൽ സ്വീകരിക്കുവാനോ അനുസരിക്കുവാനോ ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ്. തിരുവചനം കേൾക്കുമ്പോൾ നമ്മൾ അതിനെ എങ്ങനെയാണ് സ്വീകരിക്കുന്നത്? നമ്മൾ പഠിച്ച അറിവുകൾക്കൊത്തവണ്ണം, നമുക്കറിയാവുന്ന ശാസ്ത്രത്തിനൊത്തവണ്ണം, നമുക്കറിയാവുന്ന തത്വശാസ്ത്രത്തിനൊത്തവണ്ണം തിരുവചനത്തെ നമ്മൾ വിഭാഗിക്കും. അതിനൊത്തവണ്ണം അത് മാച്ച് ആകുന്നുണ്ടെങ്കിൽ, നമ്മുടെ അറിവിന് അത് ചേർന്ന് പോകുന്നതാണെങ്കിൽ നമ്മൾ അതിനെ സ്വീകരിക്കും. അല്ലെങ്കിൽ അതിനെ നമ്മുടെ അറിവിനനുസരിച്ച് എഴുതുകയും പറയുകയും ചെയ്യും. അപ്പോൾ കർത്താവ് ഏത് അർത്ഥത്തിലാണോ പറഞ്ഞത് ആ അർത്ഥം നഷ്ടപ്പെട്ടു പോകും. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, 2 തലങ്ങളുണ്ടെന്ന്, ഭൗതിക തലവും 2 ആത്മീക തലവും. ഭൗതിക തലത്തെ കുറിച്ച് മനുഷ്യൻ എഴുതാൻ കഴിയും, അതിനെപ്പറ്റി വിവരിക്കാൻ കഴിയും, അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയും. പക്ഷേ ആത്മീക തലം നമുക്ക് ആർക്കും അറിയാൻ കഴിയാത്തൊരു തലമാണ്. അത് ദൈവത്തിന്റെ പ്രവൃത്തിയാണ്. ദൈവം എന്ത് പ്രവർത്തിക്കാൻ പോകുന്നു എന്ന് നമുക്ക് അറിയില്ല, പ്രിയമുള്ളവരെ. അതുകൊണ്ട് ഒരു കാര്യം വായിച്ചിട്ട് അതിങ്ങനെ തന്നെ സംഭവിക്കുമെന്ന് ഉറപ്പിച്ച് പറയാൻ ഒരു മനുഷ്യനും കഴിയുകയില്ല. ഹല്ലേലൂയ. അതുകൊണ്ട് ആത്മീക തലത്തിൽ തിരുവചനത്തെ നാം കേൾക്കുമ്പോൾ അടുത്ത് സംഭവിക്കാൻ പോകുന്നത് എന്തോ അത് ദൈവത്തിന്റെ പ്രവൃത്തിയാണ്. അത് ഇങ്ങനെ തന്നെ സംഭവിക്കുമെന്നും ഇങ്ങനെ തന്നെ സംഭവിക്കണമെന്നും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? വാശി പിടിക്കാൻ പാടില്ല. അങ്ങനെ വാശി പിടിച്ചാൽ നമ്മുടെ ഉള്ളിൽ തിന്മ, ദുഷ്ടത, മുളച്ചു വളരുവാനിടയാകും. അത് ഈ വചനത്തെ ഞെരുക്കി കൊന്നുകളയും. ഇന്ന് കൊന്ന് ഉള്ളിൽ പല ഹൃദയങ്ങളിലും മുള്ളുകൾ അങ്ങ് കാട് പിടിച്ചു കിടക്കുകയാണ്. ഇനി വെട്ടി മാറ്റിയെങ്കിൽ മാത്രമേ, ഒന്ന് കിളച്ചു മറിച്ചെങ്കിൽ മാത്രമേ അതിനെ നല്ല നിലമാക്കി മാറ്റുവാൻ കഴിയുകയുള്ളൂ. അത് അത്ര എളുപ്പമല്ല പ്രിയമുള്ളവരെ. അത് ചെറുതായിരുന്നപ്പോൾ അതിനെ പറിച്ചു മാറ്റിയെങ്കിൽ എളുപ്പമായി പറിച്ചു മാറ്റാം. ഇന്ന് അതിലേക്ക് പ്രവേശിക്കാൻ കഴിയാതെ വണ്ണം പ്രിയമുള്ളവരെ അത്
മുള്ളു കൊണ്ട് നിറഞ്ഞു. എന്റെ വീട്ടിനടുത്ത് ഒരു സ്ഥലമുണ്ട്, ഒരു പാറപ്പുറം. അവിടെ ഒരു മാവുണ്ട്. ആ മാവിലേക്ക് നടന്നു പോകാനായിട്ട് വിശാലമായ നല്ല വഴികളൊക്കെ ഉണ്ടായിരുന്നു. കാലങ്ങൾക്കും ഇപ്പുറത്ത് 3, 4, 5 വർഷം ആ പുരയിടത്തിലേക്ക് ആരും പോകാതെയായി. ചില വർഷങ്ങൾക്ക് ശേഷം ഞാൻ അവിടേക്ക് പോയി. ഒരു രസത്തിന് പോകുമ്പോഴുണ്ട് ഒരു കാര്യം എനിക്ക് മനസ്സിലായി. അവിടെ ഒരു തരത്തിലുള്ള മുള്ളുചെടി വളർന്ന് പന്തലിച്ച് ആ മാവിനെ ഞെരുക്കിക്കളഞ്ഞു. അത് ഞെരുങ്ങിക്കഴിഞ്ഞപ്പോൾ മാവിന്റെ ചില്ലകൾ ഉണങ്ങിപ്പോയി. അതിന്റെ ചോല കൊണ്ട് മാവ് പൂക്കാതെ കായ്ക്കാതെ ആയി പോയി. ഇന്ന് ആ മാവിന്റെ അടുത്തെത്തുക വളരെ പ്രയാസമാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ ഉള്ളിൽ നന്മയുണ്ട്, നല്ല മനുഷ്യരുണ്ട്, ആത്മീയ ജീവിതമുണ്ട്. പക്ഷേ നമ്മുടെ ഈ ലോകത്തിന്റെ അറിവുകളും ദുഷ്ടതകളും തിന്മകളും കൊണ്ട് നമ്മുടെ ഉള്ളിലെ മനുഷ്യന് ഫലം കായ്ക്കാൻ കഴിയാതെ വണ്ണം നമ്മൾ അതിനെ ഞെരുക്കി വച്ചിരിക്കുകയാ. അതുകൊണ്ട് ഈ കാലഘട്ടത്തിന്റെ അറിവുകൾ ഉള്ളിലുണ്ട് എങ്കിൽ, നാം പഠിച്ച അറിവുകൾ ഉള്ളിലുണ്ടെങ്കിൽ അതിനെ മൂടോടെ വേരോടെ പിഴുതു കളഞ്ഞിട്ട് നല്ല നിലങ്ങളാക്കി ഈ നാളുകളിൽ നമ്മുടെ ഹൃദയത്തെ ഒരുക്കേണ്ടതായിട്ടുണ്ട്. കർത്താവിന് വേണ്ടി ഫലം കായ്ക്കാൻ വേണ്ടി 100 മേനി 60 മേനി 30 മേനി ഫലം കായ്ക്കാൻ വേണ്ടി നമ്മുടെ ജീവിതത്തെ ഒരുക്കേണ്ടതായിട്ടുണ്ട്. ഹല്ലേലൂയ. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ കരുതുകയാണ്. അറിവ് കൊണ്ട് വചനത്തെ പഠിക്കരുത്. അറിവ് കൊണ്ട് വചനത്തെ നമ്മൾ ആ രീതിക്കനുസരിച്ച് ക്രമപ്പെടുത്തുവാനും ശ്രമിക്കരുത്. അതിനെ ആത്മീകമായി പ്രാർത്ഥനയോടെയാണ് നാം ശ്രമിക്കേണ്ടത്. പ്രാർത്ഥനയോടെയാണ്. ആയുർവേദത്തിന് മരുന്ന് കഴിക്കുമ്പോൾ പഥ്യമുണ്ട്. പഥ്യമനുസരിക്കാത്തവന് എന്തുണ്ടാവില്ല? അതിന്റെ ഫലം സിദ്ധിക്കുകയില്ല. പ്രിയമുള്ളവരെ, നിങ്ങൾ ഒരു ആത്മീയനായിരിക്കുമ്പോൾ ആത്മാവിൽ തന്നെ ദൈവത്തോട് സംസാരിക്കണം. പ്രാർത്ഥനയോടുകൂടി തന്നെ ആയിരിക്കണം. അതൊന്ന് മാറിപ്പോയാൽ നമുക്ക് അതെന്തെന്ന് ഗ്രഹിപ്പാൻ കഴിയുകയില്ല. നാം ഇന്നത്തെ തിരുവചനത്തിലേക്ക് കുറച്ചുകൂടി ഡീപ്പായിട്ട് കടന്നു ചെല്ലുകയാണ്. നമുക്കറിയാമല്ലോ, 4ാമത്തെ നിലം നല്ല നിലം. അവിടെ വിത്ത് വീണു, അത് മുളച്ചു. നമ്മൾ ശ്രദ്ധിച്ച ഞാൻ നിങ്ങൾക്ക് ഫോക്കസ് ചെയ്തുന്ന 2 സ്ഥലങ്ങളാണ്. 4 ഇടങ്ങളുണ്ട്. 1ാമത്തെ ഇടം എന്നത് 4 ഇടങ്ങളിൽ ഏറ്റവും അവസാനത്തെ 2 ഇടങ്ങൾ. ഒന്ന് മുള്ളുകൾ കൊണ്ട് ഞെരുക്കിക്കളഞ്ഞ, മുള്ളു വളർന്ന് ഞെരുക്കി എന്ന് പറഞ്ഞേ. 2ാമത്തെ ഇടം നല്ല നിലം. പ്രിയമുള്ളവരെ, ഈ വചനം കേട്ടവരും അനുസരിച്ചവരും ആരും ഇന്നുവരെ പരാജയപ്പെട്ടു പോയിട്ടില്ല. ഈ വചനം അനുസരിക്കുന്നത് അനുഗ്രഹമാണ്. ഈ വചനത്തെ തിരസ്കരിക്കുന്നത് അനുഗ്രഹത്തിന്റെ നഷ്ടമാണ്. നമ്മുടെ ജീവിതത്തിലെ ശാപമായി, കഷ്ടതയായി, പ്രതികൂലമായി മാറും. അങ്ങനെയെങ്കിൽ ഞാൻ ഉൽപ്പത്തി പുസ്തകം 41-ാം അധ്യായം അതിന്റെ 15-ാം വാക്യത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അവിടെ ഒരു ഇസ്രായേലിയൻ നിൽപ്പുണ്ട്. അവന്റെ പേര് യോസേഫ് എന്നാണ്. പ്രിയമുള്ളവരെ, അവൻ അവിടെ നിൽക്കുമ്പോൾ അവിടുത്തെ രാജാവായ ഫറവോ, ഒരു അന്യദേശക്കാരനായ ഫറവോ ഒരു സ്വപ്നം കാണുകയാണ്. അവന്റെ സ്വപ്നത്തെ വ്യാഖ്യാനിക്കുവാൻ ആ ദേശത്തിലെ സകല മന്ത്രവാദികൾ ശ്രമിച്ചു. പക്ഷേ അത് വ്യാഖ്യാനിക്കുവാൻ കഴിഞ്ഞില്ല. കാരണം അത് ദൈവത്തിന്റെ സംസാരം ആയിരുന്നു. ദൈവത്തിന്റെ സംസാരത്തെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, വ്യാഖ്യാനിക്കുവാൻ ഈ ലോകത്തിലെ ശകുനവാദിക്ക് കഴിയുകയില്ല, മന്ത്രവാദിക്ക് കഴിയുകയില്ല, പ്രശ്നക്കാരന് കഴിയുകയില്ല, ഈ ലോകത്തിലെ തത്വജ്ഞാനിക്ക് കഴിയുകയില്ല, ഈ ലോകത്തിലെ ശാസ്ത്രജ്ഞന് കഴിയുകയില്ല, പണ്ഡിതന് പോലും കഴിയുകയില്ല. കാരണം ദൈവത്തിന്റെ വചനത്തെ, ദൈവത്തിന്റെ സംസാരത്തെ വ്യാഖ്യാനിക്കണമെങ്കിൽ ദൈവ സ്നേഹമുള്ളൊരു പൈതൽ അവിടെ അത്യാവശ്യമാണ്. നമുക്കറിയാം, ഈജിപ്തിന്റെ മരുഭൂമിയിൽ, ഈജിപ്തിന്റെ സാഹചര്യങ്ങൾ, ഈജിപ്ത് എന്ന രാജ്യത്തിൽ, മിസ്രൈമിൽ അവിടെ ഉള്ളവർ വിഗ്രഹാരാധികളും ദൈവത്തെ അറിയാത്തവരുമാണ്. എന്നാൽ ആ സാഹചര്യത്തിൽ ഒരേ ഒരുവൻ മാത്രം ദൈവത്തെ ആരാധിക്കുന്നവനായി, ദൈവത്തിന്റെ ശബ്ദം കേൾക്കുന്നവനായി, ദൈവസന്നിധിയിൽ നിലനിൽക്കുന്നവനായി, പ്രാർത്ഥിക്കുന്നവനായി ഉണ്ട്. അവന്റെ പേര് യോസേഫ് എന്നാണ്. അതുകൊണ്ടാണ് സകലരും പരാജയപ്പെട്ടു പോയിടത്ത് യോസേഫ് എന്ന മനുഷ്യനെ ഈ ഫറവോയുടെ മുൻപിൽ കൊണ്ടുവന്ന് നിർത്തി. ഫറവോ കണ്ട സ്വപ്നം എന്തെന്ന് ഫറവോ യോസേഫിനോട് പറഞ്ഞു. യോസേഫ് ദൈവത്തിന്റെ സംസാരം എന്ത് എന്ന്, ദൈവത്തിന്റെ തുടർന്നുള്ള പദ്ധതി എന്ത് എന്ന് ഫറവോനോട് പറയുവാനിടയായി. പ്രിയമുള്ളവരെ, ഫറവോ എന്താ ചെയ്തത്? അതുവരെ അന്യ ദൈവത്തെ ആരാധിച്ചിരുന്ന യഹോവയുടെ ശബ്ദം കേൾക്കാത്ത ഫറവോ അന്ന് യോസേഫിന്റെ വായിലൂടെ കേട്ട യഹോവയുടെ ശബ്ദത്തെ അനുസരിക്കുവാൻ ഇടയായി. ഫലം എന്താ സംഭവിച്ചത്? നിങ്ങൾ വ്യക്തമായി മനസ്സിലാക്കണമേ. തുടർന്നുള്ള 7 വർഷത്തെ സമൃദ്ധി കാലത്ത് അവർ കരുതി വച്ചു. പിന്നെ കടന്നു വന്ന കഠിനമായ ക്ഷാമത്തിൽ അവർ അനുഗ്രഹിക്കപ്പെട്ടവരായി. ഒരുപക്ഷേ ഫറവോയുടെ സ്വപ്നം ഒരു മന്ത്രവാദി വ്യാഖ്യാനിച്ചിരുന്നു എങ്കിൽ എങ്ങനെയാകുമായിരുന്നു?
ഒരു തത്വജ്ഞാനി വ്യാഖ്യാനിച്ചിരുന്നു എങ്കിൽ എങ്ങനെയാകുമായിരുന്നു? ദേശം മുഴുവൻ, ലോകം മുഴുവൻ ക്ഷാമത്താൽ പീഡിപ്പിക്കപ്പെട്ടപ്പോൾ യഹോവയുടെ വാക്കുകേട്ട ഫറവോയും അവന്റെ രാജ്യവും അവന്റെ ജനവും ക്ഷാമമില്ലാതെ അനുഗ്രഹിക്കപ്പെട്ടവരായി. പ്രിയമുള്ളവരെ, അങ്ങനെയെങ്കിൽ നാമും ഈ കാലഘട്ടത്തിൽ ദൈവത്തിന്റെ വചനം കേൾക്കുന്നവരായി മാറണം. തീർന്നില്ല, കാലങ്ങൾ കഴിഞ്ഞു. നിലവിലെ ഫറവോ മരിച്ചുപോയി. ഫറവോ മരിച്ചിട്ട് ഫറവോന്റെ കൊച്ചുമകനൊക്കെ ആയിട്ട് മറ്റൊരു ഫറവോ. ഫറവോ എന്ന് പറയുമ്പോൾ മനസ്സിലാകുന്നു, ഈജിപ്തിലെ രാജാക്കന്മാരുടെ സ്ഥാനപ്പേരാണ് ഫറവോ. അവർക്ക് പർട്ടിക്കുലർ ആയിട്ട് കൊടുക്കുന്ന ഒരു സ്ഥാനപ്പേരാണ് ഫറവോ. കാലങ്ങൾക്ക് ശേഷം മറ്റൊരു ഫറവോ ആ രാജ്യത്തിൽ ഉണ്ടായി. ഫറവോ വന്ന ശേഷം അന്ന് ഇസ്രായേൽ ജനത്തെ അവർ അടിമകളാക്കി വച്ചിരിക്കുമ്പോൾ മരുഭൂമിയിൽ വിക്കനായൊരു മനുഷ്യൻ നിൽപ്പുണ്ട്. മുൾപ്പടർപ്പിന്റെ മധ്യേ യഹോവയായ ദൈവം അവന് പ്രത്യക്ഷപ്പെട്ടിട്ട് അവനോട് പറഞ്ഞു, നീ എന്റെ ജനത്തെ വീണ്ടെടുക്കണം. അവൻ അവിടെ നിൽക്കുന്നത് ഒരു കൊലപാതകിയായിട്ടാണ്. നിങ്ങൾക്കറിയാമോ, ഒരു മിസ്രൈമിനെ അടിച്ചു കൊന്ന് പൂഴി മണ്ണിന്മേൽ പൂഴ്ത്തിയിട്ടിട്ട് ഫറവോയുടെ കയ്യിൽ നിന്ന് ജീവനും കൊണ്ട് ഓടി രക്ഷപ്പെട്ടവനാ. ഫറവോയുടെ കയ്യിൽപ്പെട്ടാൻ ഇവിടെ പിടിച്ച് തുറങ്കിലടിക്കും. അവൻ ഓടി രക്ഷപ്പെട്ട് ഒളിച്ച് ആരും കാണാത്തൊരിടത്ത് പാർക്കുമ്പോൾ അവനെ കണ്ട ഒരു യഹോവയുണ്ട്. പ്രിയമുള്ളവരെ, ജീവിതത്തിന്റെ മരുഭൂമിയിൽ സമൂഹത്തിന്റെ മധ്യ ഇറങ്ങാൻ കഴിയാതെ, പ്രിയപ്പെട്ടവൻ മുൻപിൽ തല ഉയർത്തി നിൽപ്പാൻ കഴിയാതെ, ജീവിതത്തിൽ ഇനി എന്ത് എനിക്ക് നാളെ എന്ന് ചിന്തിച്ച് ആശങ്കപ്പെടുന്ന എന്റെയും നിങ്ങളുടെയും ജീവിതമാകുന്ന മുൾപ്പടർപ്പിന്റെ മധ്യേ കത്തുന്നൊരു അഗ്നിയുണ്ട്. ആ അഗ്നിയുടെ പേരാണ് കർത്താവായ യേശു ക്രിസ്തു. അവൻ നമ്മോട് സംസാരിക്കുന്നുണ്ട്. അത് കേൾക്കാൻ നാം തയ്യാറാകുമ്പോൾ നമ്മുടെ ജീവിതം അനുഗ്രഹിക്കപ്പെട്ടതായി മാറും. ആമേൻ, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ആദ്യമൊക്കെ യഹോവയുടെ സംസാരം കേൾക്കുമ്പോൾ അത് അംഗീകരിപ്പാൻ മോശയ്ക്ക് പ്രയാസമുണ്ടായിരുന്നു. കാരണം അവൻ പരിമിതികളുള്ളവനാണ്. നമ്മുടെ ജീവിതത്തിലും ദൈവത്തിന്റെ സംസാരം കടന്നു വരുമ്പോൾ നാം നമ്മുടെ ചില പരിമിതികളെ ദൈവസന്നിധിയിൽ എടുത്തു വെച്ചിട്ട് പറയുന്നു, കർത്താവേ, എനിക്ക് കഴിയുകയില്ല. മോശയുടെ പരിമിതി അവന്റെ തടിച്ച നാവായിരുന്നു. പ്രിയമുള്ളവരെ, ദൈവസന്നിധിയിൽ നിൽപ്പാൻ പലപ്പോഴും നമുക്ക് പരിമിതിയും കഠിനത നിറഞ്ഞ നമ്മുടെ നാവുകൾ തന്നെയാണ്. പറവാൻ പാടില്ലാത്തത് പറയുന്നത്, അനുഗ്രഹിക്കേണ്ട ഇടത്ത് ശപിക്കുന്നത്. പ്രിയമുള്ളവരെ, ദൈവസന്നിധിയിൽ നിൽക്കാൻ പലപ്പോഴും നമുക്ക് തടസ്സം നമ്മളെ കഠിനത നിറഞ്ഞ നാവാണ്. മോശ തിരിച്ചറിഞ്ഞു. അവൻ പറഞ്ഞു, അയ്യോ, ഞാൻ വിക്കൻ, എനിക്ക് നിൽപ്പാൻ കഴിയുകയില്ല, ഞാൻ എങ്ങനെ സംസാരിക്കും? അവൻ ഒരുപാട് ദൈവത്തോട് നിർബന്ധിച്ചു, ഞാൻ പോവുകയില്ല. ദൈവത്തിന് ദേഷ്യം വന്നു. പ്രിയമുള്ളവരെ, അങ്ങനെയാ ഭാഗം പറയുന്നത്. ദൈവത്തിന്റെ ദേഷ്യം അത് ലഘുവായതായിരുന്നു. ഇത് കണ്ടിട്ട് മോശ പറഞ്ഞു, ഓക്കെ, ഞാൻ പോകാം. നിനക്കൊരു സഹോദരൻ ഉണ്ടല്ലോ, അഹറോൻ, അവൻ നിനക്ക് വേണ്ടി സംസാരിക്കുമടാ. നീ ആരോഗ്യമുള്ളവനല്ലേ? 3 ലക്ഷത്തിലധികം വരുന്ന ജനത്തെ നയിപ്പാൻ സംസാരിപ്പാൻ ശേഷിയുള്ള വാക്സ്ഫുടതയുള്ള ഒരുത്തനെയും തിരഞ്ഞെടുത്തില്ല. തടിച്ച നാവുള്ള മോശയെ തിരഞ്ഞെടുത്തു. അങ്ങനെയെങ്കിൽ പ്രിയമുള്ളവരെ, ജീവിതത്തിൽ പാപമുള്ള, ബലഹീനതയുള്ള, കുറവുള്ള, കുറ്റമുള്ള എന്നെയും നിങ്ങളെയും കർത്താവ് ദൈവസ്നേഹത്തിലേക്ക് ക്ഷണിക്കുകയാണ്. എന്റെയും നിങ്ങളുടെയും ജീവിതത്തിലെ കുറവുകൾ, ബലഹീനതകൾ, പാപങ്ങൾ ദൈവസന്നിധിയിൽ നിന്ന് മാറ്റി നിർത്തപ്പെടേണ്ടതല്ല. അത് ദൈവസന്നിധി ക്ഷമിക്കപ്പെടുന്നതാണ്. വിശുദ്ധ വേദപുസ്തകം പറയുന്നു, നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല. തടിച്ച നാവുകളോടെ, തടിച്ച ഹൃദയത്തോടെ, തടിച്ച ജീവിത സാഹചര്യത്തോടെ കർത്താവിന്റെ സന്നിധിയിൽ നിൽക്കുമ്പോൾ എന്റെയും നിങ്ങളുടെയും ബലഹീനതകളെ മാറ്റി നമ്മെ ബലമാക്കി മാറ്റുന്ന ഒരു കർത്താവുണ്ട്. പ്രിയമുള്ളവരെ, അവൻ ഫറവോയുടെ അടുത്തേക്ക് കടന്നു ചെന്നു. ഫറവോയുടെ അടുത്തേക്ക് കടന്നു ചെന്നിട്ട് പറഞ്ഞു, എന്റെ ജനത്തെ യഹോവയായ ദൈവത്തെ ആരാധിപ്പാൻ പറഞ്ഞയക്കണം. 3 നാൾ എന്റെ ജനത്തെ ആരാധിപ്പാൻ വേണ്ടി പറഞ്ഞയക്കണം. ഫറവോ പറഞ്ഞ വാക്കിതാണ്. പ്രിയമുള്ളവരെ, ഞാൻ യഹോവയെ അനുസരിപ്പാൻ തക്കവണ്ണം ഈ യഹോവ ആർ. എങ്ങനെ പറഞ്ഞത്? ഫറവോ പറയുകയാണ്, ഞാൻ ഈ യഹോവയെ അനുസരിപ്പാൻ തക്കവണ്ണം ഈ യഹോവ ആർ. ആരാന്നാ ചോദിക്കുന്നത്. ഞാൻ എന്തിന് യഹോവയെ അനുസരിക്കണം? അനുസരിക്കാൻ ഈ ദൈവം ആരാ? നമ്മുടെ നാടുകളിൽ നാവിൽ നിന്നും പലപ്പോഴും ഏത് ദൈവം നമ്മൾ പറഞ്ഞില്ലെങ്കിലും പുതിയ തലമുറകളൊക്കെ പറയുന്നുണ്ട്, എന്ത് ദൈവം എന്നൊക്കെ പറയുന്നുണ്ടല്ലേ. അറിയാതെയൊക്കെ ചിലപ്പോ എന്നാലും കർത്താവ് എന്ന് ചോദിച്ചു പോകാറുണ്ട്. ഈ ഫറവോയുടെ അപ്പൂപ്പനായ ഫറവോ യഹോവയെ അനുസരിച്ചു, അവൻ അനുഗ്രഹിക്കപ്പെട്ടു. എന്നാൽ ചെറുമകനായ ഈ ഫറവോ എന്ത് ചെയ്തു? അവൻ ദൈവത്തെ ചോദ്യം ചെയ്യുകയാണ്. അവൻ ചോദിച്ചു, ഞാൻ അനുസരിക്കാൻ തക്കവണ്ണം ഈ യഹോവ ആരാ? എനിക്ക് അനുസരിക്കാൻ സാധ്യമല്ല, ഞാൻ അവനെ അറിയുന്നില്ല.
അവൻ ദൈവത്തെ തിരസ്കരിച്ചു കളഞ്ഞു. പ്രിയമുള്ളവരെ, ഒരുവൻ അംഗീകരിച്ചപ്പോൾ അവൻ അനുഗ്രഹിക്കപ്പെട്ടവനായി, രണ്ടാമത്തേവൻ തിരസ്കരിച്ചു. ഒരേ സിംഹാസനം, ഒരേ രാജ്യം, ഒരേ പദവി, ഒരേ സാഹചര്യം. പ്രിയമുള്ളവരെ, ഇവൻ ദൈവത്തെ തിരസ്കരിക്കുമ്പോൾ നമുക്കറിയാം, ഇതാ ഇവിടെ ഫറവോ ജനത്തോട് പറയുകയാണ്, നിങ്ങളിപ്പോ ആരാധിക്കാനെന്ന് പോണ്ട, പോയിട്ട് ജോലി ചെയ്യുക. എന്താ പറഞ്ഞേ? നിങ്ങളുടെ ജോലി ചെയ്യുക. എന്നിട്ട് ഫറവോ എന്താ ചെയ്തേ? അവരുടെ ജോലിയുടെ കാഠിന്യത്തെ വർദ്ധിപ്പിച്ചു. ഇനി അവർക്ക് വൈക്കോലും കൊടുക്കണ്ട, ഇനി അവർക്ക് ചെളിയും കൊടുക്കണ്ട, എല്ലാം അവർ പോയി കണ്ടെത്തട്ടെ എന്ന് പറഞ്ഞ് കഠിനമായി പീഡിപ്പിക്കുവാൻ ഇടയായി. പ്രിയമുള്ളവരെ, പലപ്പോഴും നമ്മുടെ ബുദ്ധി കൊണ്ട് നമ്മൾ പറയും, ആദ്യം അധ്വാനിക്കുക, പിന്നെ അടുത്ത കാര്യം ചെയ്യാം. ഞാൻ പറയും, ആദ്യം പ്രാർത്ഥിക്കുക, ആദ്യം ദൈവസന്നിധിയിൽ ചെല്ലുക, ദൈവിക ആലോചന സ്വീകരിക്കുക, അതിനുശേഷം പ്രവർത്തിക്കുക. ഫറവോ അങ്ങനെ. അപ്പൊ ഒരു ഫറവോ എഫക്ട് നമുക്കുണ്ട്. ആദ്യം അധ്വാനിച്ച് ഉണ്ടാക്കി സമ്പാദിച്ചിട്ടാവാം ദൈവം എന്നാ നമ്മൾ പലപ്പോഴും മനസ്സിലാക്കണല്ലേ. പ്രിയമുള്ളവരെ, നമ്മുടെ സമ്പാദ്യങ്ങളൊന്നും കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ സന്തോഷം കണ്ടെത്താൻ നമുക്ക് കഴിയുകയില്ല. നമ്മുടെ ജീവിതത്തിലെ സന്തോഷം കൊണ്ട് നമുക്ക് സമാധാനം കണ്ടെത്താൻ കഴിയുകയില്ല. ചില നാളുകൾക്ക് മുമ്പ് വെള്ളറട നിങ്ങൾ കണ്ടില്ലേ? ഒരു പെന്തക്കോസ്റ്റ് ഫാമിലി, വിശ്വാസമുള്ള കുടുംബം, സമ്പത്ത് അധികമായുണ്ട്, ആവശ്യത്തിൽ അധികമുണ്ട്. പ്രിയമുള്ളവരെ, സമാധാനം കണ്ടെത്താൻ കഴിഞ്ഞോ? നമ്മുടെ സമ്പത്ത് നമുക്ക് സമാധാനം തരില്ല. പ്രിയമുള്ളവരെ, ദൈവ സാന്നിധ്യം മക്കൾക്ക് കൊടുക്കണം. നമ്മൾ നിർബന്ധമായി ഈ വചനമാകുന്ന വിത്ത് നമ്മുടെ മക്കൾ പാനം ചെയ്യുന്നുണ്ടെന്ന് നമ്മൾ അറിയണം. ഈ വചനമാകുന്ന വിത്ത് നമ്മുടെ മക്കൾ ഭക്ഷിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തണം. നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ എന്നും ഭക്ഷിപ്പാൻ ശരീരത്തിന് ഭക്ഷണം കൊടുക്കുന്നത് പോലെ അവന്റെ ആത്മീക ജീവിതത്തിന് ആവശ്യമായ ആത്മീക മന്നയെ അവൻ നല്ലവനായി, അവൾ നല്ലവളായി ജീവിക്കണമെന്ന് ആഗ്രഹിക്കണമെങ്കിൽ നിങ്ങൾ മുടങ്ങാതെ ഇത് കൊടുക്കണം. ഒരു ദിവസം ഇത് കൊടുക്കാൻ നിങ്ങൾ മറന്നുപോയാലുണ്ടല്ലോ, ദുഷ്ടനായവൻ വരും, അരുതാത്ത വിത്തുകളെ അവളുടെ ഉള്ളിൽ വിതയ്ക്കും, അത് അവിടെ വളരും, അത് മുൾപടർപ്പായിട്ട് മാറും, അവന്റെ ജീവിതത്തെ നാം അറിയാത്ത ഇടങ്ങളിലേക്ക് കൊണ്ടുവരും. അതുകൊണ്ട് നിത്യമായ ആ സ്നേഹത്തിന്റെ മന്നായ നമ്മുടെ മക്കളെ കൊണ്ട് ഭക്ഷിപ്പാൻ നാം തയ്യാറാകണമെന്നുള്ളതാ. അതുകൊണ്ട് ഈ ലോകത്തിന് തരാൻ കഴിയാത്തത് ചിലതൊക്കെ ഈ മന്നയ്ക്ക്, ഈ വചനത്തിന് നമുക്ക് തരുവാൻ കഴിയും. ഇവിടെ ഫറവോ തിരസ്കരിച്ചു കളഞ്ഞോ? അവൻ തിരസ്കരിച്ചു കളഞ്ഞത് കൊണ്ട് തന്നെ 10 ബാധകൾ നിമിത്തം അവൻ കഠിനമായി പീഡിപ്പിക്കപ്പെടുവാൻ ഇടയായി. പുറപ്പാട് പുസ്തകം 7:14 മുതൽ 25 വരെ മിസ്രൈമിലെ നദികൾ മുഴുവൻ രക്തമായി മാറി. ഞാൻ ആ ഭാഗം മുഴുവൻ പറഞ്ഞു പോകുന്നത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. തുടർന്ന് തവളകൾ കൊണ്ട് മിസ്രൈം നിറയുകയാണ്. മിസ്രൈമിൽ തവളകൾ കൊണ്ട് നിറയുമ്പോൾ ഞാൻ അവിടെ ശ്രദ്ധിച്ച മറ്റൊരു കാര്യമുണ്ട്. ഫറവോ ഓടിപ്പോയി മന്ത്രവാദികളെ വിളിച്ചു, വാടാ ഇതിനൊരു പരിഹാരം ഉണ്ടാക്കാന്ന് പറഞ്ഞു. മന്ത്രവാദികൾ വന്ന് തങ്ങളുടെ വടി നീട്ടുമ്പോൾ പിന്നെയും തവളകൾ ജനിച്ചു. മനസ്സിലായോ? എന്താ സംഭവിച്ചത്? ഇവിടെ ആവശ്യത്തിലധികം ഉപദ്രവത്തിന് തവളയുണ്ട്. പിന്നെയും അവരെ കൊണ്ടുവന്നപ്പോൾ പിന്നെയും അധികം തവളകൾ ജനിക്കുവാൻ, അധികം തവളകൾ ഉണ്ടാകുവാൻ ഇടയായി. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ചില പ്രശ്നങ്ങളുണ്ട്, ചില തവളകളുണ്ട്. അത് ദൈവിക പദ്ധതിക്കനുസരിച്ച് അതിനെ പരിഹരിക്കാതെ ഈ ലോകത്തിന്റെ ദൂതന്മാരെ ആരാധിക്കുന്ന പദ്ധതിക്കനുസരിച്ച് നാം ഇത് വായിച്ച ലേഖന പാഠഭാഗത്തിൽ നമ്മൾ പറയുന്നുണ്ട് സ്വച്ഛാരാധന. നിങ്ങൾ ശ്രദ്ധിച്ചോ അങ്ങനെ ഒരു പദം? സ്വച്ഛ ആരാധന, ദൂതന്മാരെ ആരാധിക്കുന്ന ആരാധനാ രീതികൾ. നാം അങ്ങനെ ആരാധിക്കുമ്പോൾ സംഭവിക്കുന്നത് തവളകൾ, അധികമായ തിന്മകൾ, നമ്മുടെ ജീവിതത്തിലുള്ള തിന്മ അത് ഇരട്ടിയായി മാറും. ഫറവോ ഇവിടെ അനുദപിക്കുന്നു പലയിടങ്ങളിൽ. അവൻ അനുദപിച്ചിട്ട് മോശയെയും അഹരോനെയൊക്കെ വിളിച്ചിട്ട് പറയുകയാണ്, നീ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്ക്, ഈ ബാധ ഞങ്ങളെ വിട്ടു പോകട്ടെ, നീ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്ക്. മോശയും അഹരോനും യഹോവയോട് പ്രാർത്ഥിക്കുമ്പോൾ ബാധ വിട്ട് മാറും. അഹരോൻ പിന്നെയും പഴയ അഹരോൻ തന്നെ. പ്രിയ ദൈവജനമേ, എന്നെ ഏറ്റവും കൂടുതൽ ടച്ച് ചെയ്തൊരു ഭാഗമാണ്. ഞാനും നിങ്ങളും ഈ ഫറവോനും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? ജീവിതത്തിൽ കഷ്ടത വരുമ്പോൾ, കണ്ണുനീര് വരുമ്പോ, പ്രയാസം വരുമ്പോൾ കരഞ്ഞ് പ്രാർത്ഥിക്കും, നിലവിളിക്കും. ആമേൻ. പക്ഷേ ജീവിതത്തിൽ നന്മ വരുമ്പോൾ നന്മയുടെ പുറകെ പോകും, ദൈവത്തെ മറന്നു കളയും. അല്ലേ? ജീവിതത്തിൽ നന്മ വരുമ്പോൾ നന്മയുടെ പുറകെ പോകും, ദൈവത്തെ മറന്നു കളയും. അതിന്റെ പ്രതിഫലം എന്താ? ഒരു ബാധയല്ലേ വന്നോളൂ, അടുത്തതും
വരും. ഈ ദൈവം തരുവാനും എടുക്കുവാനും അധികാരമുള്ളവൻ. അതുകൊണ്ട് നിന്റെ ജീവിതത്തിൽ നന്മ എത്ര വരുന്നുവോ അത്രത്തോളം അവന്റെ സന്നിധിയിൽ അമർന്നിരുന്നു കൊള്ളുക. നാം എത്രത്തോളം ഉയർത്തപ്പെട്ടോ അത്രത്തോളം വീഴ്ചയും വലുതായിരിക്കും. ഒരു വലിയ വീഴ്ച ഉണ്ടാകാതിരിക്കാൻ നാം എത്രത്തോളം ഉയർത്തപ്പെടുന്നുവോ അത്രത്തോളം ദൈവസന്നിധിയിൽ കീഴ്പ്പെടണം പ്രിയമുള്ളവരെ. അല്ലെങ്കിൽ വലിയ വീഴ്ചകളെ അതിജീവിക്കേണ്ടി വരും. പക്ഷെ അത് ഒരുപക്ഷെ തിരിഞ്ഞു വരാൻ കഴിയാത്ത സാഹചര്യങ്ങളിലൊക്കെ ആയിരിക്കാം. അതിനൊക്കെ മുൻപേ നമ്മുടെ ജീവിതത്തിൽ മനംതിരിയലിന്റെ, മനസാന്തരത്തിന്റെ അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണമെന്ന് ഞാൻ നിങ്ങളോട് പറയുകയാണ്. ഈ സമയം വചനം എന്ന വിത്ത് നമ്മുടെ ഉള്ളുകളിലേക്ക് വിതയ്ക്കപ്പെടട്ടെ. അത് 100 മേനി കൊയ്യാൻ പറ്റുന്ന ഹൃദയമായി തന്നെ, നമ്മുടെ ബുദ്ധിക്കനുസരിച്ചിട്ടല്ല, നമ്മുടെ ശക്തിക്കനുസരിച്ചല്ല, നമ്മുടെ യുക്തിക്കനുസരിച്ചിട്ടല്ല പ്രിയമുള്ളവരെ. ആത്മീകമായ രീതിയിൽ ആത്മാവിൽ വചനത്തെ ഡിഫൈൻ ചെയ്യാൻ കഴിയണം, അതിനെ അംഗീകരിക്കാൻ, പഠിക്കാൻ, അതിനെ ജീവിതത്തിൽ സ്വീകരിപ്പാൻ കഴിയണം. നമുക്കിതൊക്കെ നിസ്സാരമാ. നമ്മൾ ഇന്ന് ശീതീകരിച്ച അടിപൊളിയായിട്ടുള്ള റൂമില് എത്ര ഫാനാ കറങ്ങണേ, എത്ര ട്യൂബ് ലൈറ്റാ ഉള്ള, എത്ര സൗണ്ട് സിസ്റ്റമാ ഉള്ളേ. വളരെ മനോഹരമായിട്ട് നിന്ന് നമ്മൾ ആരാധിക്കുന്നുണ്ട് നല്ല വസ്ത്രം ധരിച്ചിട്ട്. പ്രിയമുള്ളവരെ, വടക്കേ ഇന്ത്യയിലോട്ടൊക്കെ ഒന്ന് പോകണം കേട്ടോ. അവിടെ പോകുമ്പോ ചില മിഷണറിമാര് പറയുന്ന അനുഭവം ഉണ്ടെന്ന് കേട്ടാ. ഈ കക്കൂസിലോട്ടൊന്ന് കക്കൂസിൽ പോകുമ്പോ ആദ്യം ടോർച്ചൊക്കെ അടിച്ച് മുകളിലും താഴെയൊക്കെ നോക്കണം. നോക്കാതെ അകത്ത് പോയി ഇരുന്ന് കഴിഞ്ഞാൽ മുകളിൽ നിന്ന് താഴെ വന്ന് വീഴും നല്ല വിഷമുള്ള പാമ്പ്. കട്ടിൽ കിടക്കാൻ പോകുമ്പോ കട്ടിന് 4 കാലിലും മണ്ണെണ്ണയൊക്കെ ഒഴിച്ചിട്ട് വേണം കിടക്കാൻ. അല്ലെങ്കിൽ നേരം വെളുക്കുമ്പോ തലകണിക്കാത്തിരുന്നൊരുത്തൻ ചുരുട്ടി ഇങ്ങനെ തലയാട്ടും. ഇനി തലകണിക്കാത്ത ഒരുത്തൻ അനങ്ങുന്നത് കണ്ടാൽ പയ്യെ അവിടെ നിന്ന് തലയെടുക്കണം. പെട്ടെന്ന് എടുത്താൽ കൊത്തു കിട്ടും. പതുക്കെ തലയെടുക്കാൻ പാടുള്ളൂ. അവര് പറയുക ദൈവത്തെ വിളിച്ചു പോകും. അറിയാതെ ദൈവമേ യേശുവേ എന്ന് വിളിച്ചു പോകും. നമ്മളായാലും വിളിച്ചു പോകും. അത്തരം പ്രതികൂല സാഹചര്യങ്ങൾ നിങ്ങൾക്കറിയാമോ? 2-3 വർഷങ്ങളായി കഠിനമായ പീഡകൾ സഹിച്ച് തടവറയിൽ കഴിയുന്ന അനേകം മിഷണറിമാരുണ്ട് പ്രിയമുള്ളവരെ. ഇന്നും അവരനുഭവിക്കുന്ന കഷ്ടത ഉണ്ടെന്നറിയാമോ? ക്രിസ്ത്യൻ മിഷണറിമാരാണെന്നറിഞ്ഞാൽ ശരിയായി ഭക്ഷണം കൊടുക്കുകയില്ല. ഇവർക്ക് കൊടുത്തിട്ടുള്ള ഷെഡ്യൂൾ എന്തെന്നറിയാവോ? ടോയ്ലറ്റ് കഴുകുക എന്നതാ. പലരും കൊണ്ടും ചെയ്യിക്കുന്നത്, വൃദ്ധരായാലും ആരായാലും ചെയ്യുന്നത് ടോയ്ലറ്റ് കഴുകുക എന്നതാ. അപ്പൊ പറയും ആ ബ്രഷ് ഇട്ട് ടോയ്ലറ്റ് കഴുകിയത്. അങ്ങനെയല്ല പ്രിയമുള്ളവരെ ടോയ്ലറ്റ് കഴുകുന്നത്. ചില മിഷണറി അനുഭവങ്ങൾ ചിലർ പങ്കുവയ്ക്കുവാനിടയായി. കൈകൊണ്ട് മ്ലേച്ഛമായ അനേകം പേർ ഉപയോഗിച്ച് വൃത്തിഹീനമായി കിടക്കുന്ന ടോയ്ലറ്റ് കൈകൊണ്ട് ക്ലോസറ്റിനകത്ത് കൈയിട്ട് ഉരച്ച് കഴുകണം പ്രിയമുള്ളവരെ. ഈ വചനത്തെ വിതപ്പാൻ അനേക ദൈവദാസന്മാർ കൊടുക്കുന്ന വില, അവന്റെ ജീവിതത്തെ തന്നെ മറുവിലയായി കൊടുത്തിട്ടാ ഈ വിത്ത് വിതയ്ക്കുന്നത്. പാത്തും പതുങ്ങിയും ഒളിച്ചുമാ പലരും ഈ വചനം കേൾപ്പാൻ വേണ്ടി വരുന്നത്. എന്നെങ്കിലും ഒരു നാൾ പിടിക്കപ്പെട്ടാൽ സമൂഹത്തിന്റെ മധ്യേ വിവസ്ത്രരാക്കപ്പെടും, പരിഹസിക്കപ്പെടും, പീഡിപ്പിക്കപ്പെടേണ്ടി വരും. കഠിനമായ പീഡകൾ ഒരു മാധ്യമവും റിപ്പോർട്ട് ചെയ്യില്ല. റിപ്പോർട്ട് ചെയ്യണ മാധ്യമം പിന്നെ അവിടെ കയറുകയുമില്ല. അതാണ് പ്രിയമുള്ളവരെ പ്രബുദ്ധമായ നമ്മുടെ ഭാരതം. അവിടെയായി വചനം വിതയ്ക്കുന്നേ. നിങ്ങൾ കണ്ടോ? പഞ്ചാബ് ദൈവസ്നേഹം കൊണ്ട് നിറഞ്ഞിരിക്കുക. നിങ്ങൾ കൊല്ലാൻ ശ്രമിക്കും തോറും, നിങ്ങൾ ചോര വീഴ്ത്തും തോറും ഈ ചോരയിൽ നിന്ന് ഉയർന്നു വരുന്നതാണ് ഈ ദൈവത്തിന്റെ സ്നേഹം. ഇത് കൊന്നു വളർന്ന മരം വളർന്നു വന്ന ഒരു സ്നേഹത്തിന്റെ ആശയമല്ല പ്രിയമുള്ളവരെ. ഇത് ചത്ത് വളർന്ന സ്നേഹത്തിന്റെ ആശയമാണ്. കൊല്ലും തോറും ഇത് വളർന്നുകൊണ്ടിരുന്നു, പീഡിപ്പിക്കും തോറും ഇത് ശക്തി പ്രാപിച്ചു കൊണ്ടിരുന്നു. ആദ്യം മുതൽ റോമാ സൈന്യത്തിന്റെ പീഡനമേറ്റ് തുടങ്ങിയതാ. ഇന്നും പീഡനം തന്നെയാ. നമുക്കിവിടെ ഭയങ്കര സന്തോഷവും സൗകര്യങ്ങളാണ്. പ്രിയമുള്ളവരെ, ഈ സൗകര്യങ്ങളിൽ നാം കൂടുതൽ ദൈവത്തെ സ്നേഹിക്കേണ്ടവരാ. അവർക്ക് വളരെ കുറച്ച് മാത്രമേ കിട്ടുന്നുള്ളൂ. അവരെത്രത്തോളം ദൈവത്തിന്റെ അത്ഭുതങ്ങളെ കാണും. ഈ മന്ന ഇത് വിതയ്ക്കപ്പെടുമ്പോൾ ഇതൊന്നുപോലും കളയാതെ, ഈ വചനത്തിന്റെ ഒരു മുത്തുപോലും കളയാതെ ഇതിന്റെ ഹൃദയത്തിൽ സ്വീകരിപ്പാൻ, ഇതിൽ ജീവിപ്പാൻ നമുക്ക് കഴിയണം. കുറഞ്ഞത് ഒരു ദിവസം ഒരു വാക്യമെങ്കിലും വായിച്ച് പഠിക്കണം. അത് പിന്നെ നിങ്ങളോട് സംസാരിക്കും. ഈ നിങ്ങൾ ചോദിക്കും എന്തിനാ ഈ മനപ്പാഠം പഠിക്കണേന്ന്. ഞാനും ആലോചിച്ചിട്ട് എന്തിനാ ഇതിങ്ങനെ കാണാപ്പാഠം പഠിക്കണേ. എനിക്ക് പിന്നെ മനസ്സിലായത്, ജീവിതത്തിൽ ചില പ്രശ്നങ്ങളുടെ മധ്യേ നിൽക്കുമ്പോ ഉള്ളിൽ കിടക്കുന്ന ഈ വിത്തുണ്ടല്ലോ, ഈ വിത്ത് എണീറ്റ് വരും. എന്നിട്ട് പറയും ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ വിളിച്ച ദൈവം, ഞാൻ വിശ്വസ്തൻ, ഞാൻ നിന്നെ ഉപേക്ഷിക്കുകയില്ല. ഇങ്ങനെ ചില വചനങ്ങളൊക്കെ ശക്തമായിട്ട് ആ സാഹചര്യങ്ങളിൽ നിന്ന് സംസാരിക്കുന്നേ. ഞാൻ നിന്റെ രോഗത്തെ സൗഖ്യമാക്കുന്നവൻ, ഞാൻ നിന്റെ കണ്ണുനീരിനെ തുടയ്ക്കുന്നവൻ, ഞാൻ നിന്റെ സകല പ്രശ്നങ്ങൾക്കും പരിഹാരകൻ,
വചനം ഇങ്ങനെ സംസാരിക്കുമ്പോഴേ അത് മനുഷ്യൻ പറയുന്ന വാക്ക് പോലെയല്ല. വചനം സംസാരിച്ചാൽ വചനം ആരാ വചനം? ക്രിസ്തു പറഞ്ഞത് തന്നെയാ. മനുഷ്യൻ പറഞ്ഞതുപോലെ അത് നടക്കും, അത് സംഭവിക്കുമെന്നേ. ക്രിസ്തു പറയാണ്, ചെകിടൻ കേൾക്കുമെന്ന് പറഞ്ഞാൽ കേൾക്കും, കുരുടൻ കാണുമെന്ന് പറഞ്ഞാൽ കാണും. പ്രിയമുള്ളവരെ, മുടന്ന് നടക്കുമെന്ന് പറഞ്ഞാൽ നടക്കും. അത് ഈ വചനത്തിന്റെ ശക്തിയാ. അന്ന് യേശു ക്രിസ്തുവിന്റെ കാലഘട്ടത്തിലല്ല, ഇന്നും അത് സംഭവിക്കും. വിശ്വസിക്കുന്നവന്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ ഉണ്ടാകും. പ്രിയമുള്ളവരെ, വിതയ്ക്കുന്നവൻ വിതയ്ക്കാൻ പുറപ്പെട്ടു. ഇതാ വചനം വിതയ്ക്കപ്പെട്ടു. ഒന്ന് ചോദിച്ചു, കർത്താവേ, എൻ്റെ ഹൃദയത്തിൽ മുള്ളിന്റെ വിത്തുകളുണ്ടോ? അതോ വഴിയോരങ്ങളാണോ എൻ്റെ ഹൃദയം? അതോ പാറപ്പുറമാണോ എൻ്റെ ഹൃദയം? അതോ നല്ല നിലമാണോ? അല്ല എങ്കിൽ നമ്മുടെ ഹൃദയങ്ങളെ കിളച്ച് ഹൃദയത്തിൽ നിന്ന് പറിച്ചു കളയേണ്ട തിന്മകളെ, നമ്മുടെ ബുദ്ധികളെ എടുത്തു മാറ്റി ദൈവവചനത്തിന് വളരുവാൻ അവസരം കൊടുക്കണം. ഞാൻ അവസാനമായി ഒരിക്കലും കൂടി പറഞ്ഞ് അവസാനിക്കട്ടെ. പ്രിയമുള്ളവരെ, ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്, ബുദ്ധി കൊണ്ട് ഒരിക്കലും, അറിവ് കൊണ്ട് ഒരിക്കലും ഈ വചനത്തെ അളക്കരുത്. നിങ്ങൾക്ക് പഠിക്കാൻ കഴിയുകയില്ല. ആത്മാവിൽ പ്രാർത്ഥനയോടെ ഈ വചനത്തെ സ്വീകരിപ്പാനും ഈ മന്നായെ ഭക്ഷിച്ച് മരിക്കുന്നവരായിട്ടല്ല, എന്നെ ഭക്ഷിക്കുന്നവൻ എൻ മൂലം ജീവിക്കുമെന്ന് വചനം പറയുന്നു. ജീവിക്കുന്നവരായി തന്നെ ആയിരിക്കാം. കർത്താവായ യേശു ക്രിസ്തു നമ്മെ ഇവരെ സഹായിക്കട്ടെ. ആമേൻ. ഗായക സംഘം ഒരു പാട്ട് പാടുമ്പോൾ സ്തോത്ര വഴിപാട് ശേഖരിക്കുന്നു.